എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഏത് വിഷയം വരുമ്പോഴും ബാലനോട് പ്രത്യേകിച്ച് അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ പോലും പുള്ളി പാർട്ടിയുടെ സ്വയം പ്രഖ്യാപിത വക്താവായി രംഗത്ത് വന്ന് ആ വിഷയം വിശദീകരിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ കുഴപ്പമില്ല. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. അതുപോലെ കുഴപ്പത്തിലാക്കിയ ഒരാളെ നമുക്കറിയാം. ഈ കെന്നഡി കരിമ്പുംകാലെ കണ്ടല്ലേ? കരിമ്പുംകാലയെ കുറിച്ച് ഈ ചർച്ചയിൽ പറയുന്നത് ശരിയില്ലെങ്കിൽ പുതിയ പാരയായിരിക്കും. അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കുഴപ്പത്തിലായ സമയത്ത് കർദിനാളിന്റെ വക്താവായിട്ട് സ്വയം അവതരിച്ച് എല്ലാ ചാനലിലും വന്ന് കർദിനാളിനെ ന്യായീകരിച്ച് പുള്ളി ഒരു വഴിക്കാക്കിയത് ഈ കരിമ്പുംകാലയാണ്. CPM-ലെ ഒരു കരിമ്പുംകാലയാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ബാലൻ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ സത്യമാണ്. ബാലന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് കഴിഞ്ഞ തവണ നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കിട്ടുന്ന വിചാരിച്ചു, അത് കിട്ടിയില്ല. അന്ന് മുതൽക്ക് ബാലൻ വളരെ സങ്കടത്തിലാണ്. ഐസക്കിൻ്റെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ഈ സീറ്റ് കിട്ടാത്ത എല്ലാ ആൾക്കാർക്കും ഉള്ളുകൊണ്ട് പിണറായി വിജയനോട് വലിയ വിരോധമുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ സർക്കാരിനോട് വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഈ കൊള്ളരായ്മ കാണിക്കുന്ന ആളുകളെയൊക്കെ ന്യായീകരിക്കുന്നു. ഇപ്പോൾ മാസപ്പടി വിവാദം വരുമ്പോൾ മുഖ്യമന്ത്രി ചോദിക്കാതെ തന്നെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വം ബാലൻ ഏറ്റെടുക്കുകയാണ്. ബാലനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. മാധ്യമപ്രവർത്തകർ ബാലനോട് ചോദിക്കുന്നു, ബാലൻ മുഖ്യനെ കൂടുതൽ കുഴപ്പത്തിലാക്കത്തിലുള്ള ഉത്തരങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കൃഷ്ണദാസിന്റെ വിഷമം. കൃഷ്ണദാസ് എത്രയോ കൊല്ലം BS-ന്റെ ആളായി ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയിൽ ഒന്നുമല്ലാതെ അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം പാലക്കാട്ട് മത്സരിച്ച് അദ്ദേഹം 3ാം സ്ഥാനത്തായി പോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമില്ല. കൃഷ്ണദാസിന് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മേൽവിലാസം. ഇതാണ് ഓരോരുത്തരുടെ അവസ്ഥ. തോമസ് ഐസക് ആണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ധൈര്യമായിട്ട് തോറ്റു. അദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് അവിടെ നിർത്തിയത്. അപ്പോൾ അതിൻ്റെ വിഷമമാണ് അദ്ദേഹം SFIയെ ന്യായീകരിക്കുന്നതിലൂടെ പറയുന്നത്. SFIയിൽ അത്ര വലിയ വിപ്ലവ പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളല്ല തോമസ് ഐസക്. ഈ ബിനോയ് വിശ്വം റഷ്യക്ക് പോയ സമയത്ത് ഇതേ അമേരിക്കക്കാണ് പോയത്. അത്രേ അമ്മക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ബിനോയ് വിശ്വം സത്യത്തിൽ ശുദ്ധഗതിക്കാരനായതുകൊണ്ടാണ് SFIക്കാരെ കൂടുതലൊഴിച്ച് നന്നാക്കാൻ തീരുമാനിച്ചത്. ഈ വെട്ടാൻ പറഞ്ഞ പോത്തിൻ്റെ അടുത്ത് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ട്? ഈ ബിനോയ് വിശ്വം വിദ്യാർത്ഥി പ്രവർത്തകരായിരുന്ന കാലത്ത് അതിന് തത്തുല്യമായ നിലയിൽ SFIയിൽ പ്രവർത്തിച്ചിരുന്ന AK ബാലനെ പോലെയുള്ളവരായിരുന്നു. പിന്നീട് CP ജോൺ, സുരേഷ് കുറുപ്പ് മുതലായവരായിരുന്നു. അത് കഴിഞ്ഞ് ജെയിംസ് മാത്യു, മത്തായി ചാക്കോ മുതലായവരായിരുന്നു. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. ബിനോയ് വിശ്വം വിചാരിക്കുന്നത് ഇപ്പോഴും മത്തായി ചാക്കോയെ പോലെ അല്ലെങ്കിൽ ജെയിംസ് മാത്യുവിനെ പോലെ CP ജോണിനെ പോലെ സുരേഷ് കുറുപ്പിനെ പോലുള്ള ഒരാളെ SFIയുടെ നേതാക്കന്മാരെന്നാണ്. അതൊക്കെ പോയി ബിനോയ് വിശ്വത്തിന് ഈ നാട്ടിലുണ്ടായി മാറ്റം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആർഷോയെ പോലെയുള്ള, അനുശ്രീയെ പോലെയുള്ള, ഈ നേരത്തെ കണ്ട ഹസൻ മുബാരക്കിനെ പോലുള്ളവരാണ്. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. അവരെ നേതാക്കന്മാരായിരിക്കുന്ന ഇതുപോലത്തെ ഗുണദോഷമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരോട് ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ അവർ കേൾക്കില്ല. സത്യത്തിൽ ഈ വിഷയമല്ല, ഇതുപോലെ പല വിഷയങ്ങളും ക്രമാതീതമായ രീതിയിൽ വഷളാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ സുഹൃത്ത് ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷം ഇതുപോലെയുള്ള പല അക്രമങ്ങളും നടക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അവരും ഭർത്താവ് കൂടി KSRTC ബസ് തടഞ്ഞ് നാട്ടുകാരെ വഴിയിലിറക്കി വിട്ടു. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. അത് ന്യായീകരിച്ച് വഷളാക്കിയത് ഗോവിന്ദൻ മാഷല്ലേ. നേരെ മറിച്ച് അദ്ദേഹം വ്യക്തമായൊരു നിലപാടെടുത്തു. ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സച്ചിൻ ദേവിന്റെ പെരുമാറ്റം അനുചിതമായി പോയി. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ അത് പാർട്ടി പരിശോധിക്കും. KSRTC ഡ്രൈവർ വല്ല ഉടറായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്. നടു റോഡിൽ വണ്ടി തടയുകയല്ല ചെയ്യേണ്ടത്. ഉത്തരവാദിത്തമുള്ളൊരു MLA അല്ലെങ്കിൽ നഗര മാതാവായിട്ടുള്ള മേയർ ഇങ്ങനെയല്ല പെരുമാറുന്നത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട് റോഡിൽ വഴി തടഞ്ഞത് ശരിയല്ല, പോട്ടെ യാത്രക്കാരെ ഇറക്കി വിട്ടത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുക? വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. മേയറുടെ പ്രവർത്തനം അനുചിതമായി പോയി, അവരുടെ പല പ്രവൃത്തികളും ശരിയല്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. പിന്നല്ലാതെ അയ്യപ്പദാസെ, ഞാൻ പറയട്ടെ, ഇനിയിപ്പോ നാളെ ഇപ്പോ അബിൻ വർക്കി പറയാ മുഖ്യമന്ത്രിയുടെ മകൾ വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിടുവോ? അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ ജ്യേഷ്ഠന്റെ മകന്റെ എന്താണടാ
നോക്കൂ, നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്, ചിന്തിച്ചിരുന്നത്? പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഈ ആരോപണത്തിൽ നിൽക്കുന്ന ആൾ വന്ന് മറുപടി പറയണം. മിനിമം ഡിമാൻഡ് അല്ലേ? മാന്യത കാണിക്കണം. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നിങ്ങൾ ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളും ഒരു അല്പം മാന്യത കാണിച്ചാൽ നല്ലതാണ്. ഇതിലെന്താ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ താങ്കൾ അജണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശദീകരിച്ചു. അത് ചോദ്യമാണ്. തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. 25 ഒക്ടോബർ 2020 11:14 യുവതിയെ പീഡിപ്പിച്ചു. CPM നേതാവിന്റെ മുൻ ഡ്രൈവർക്കെതിരെ കേസ്. നിന്റെ പണി ഇതാണോടാ? ഭയങ്കര നിലവാരമുള്ള, ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന മീഡിയ പേഴ്സൺസ് ഉള്ള അയ്യപ്പദാസിനെ പോലെയുള്ള മിടുക്കന്മാരുടെ മാധ്യമം. പക്ഷെ ആ മാധ്യമേ ഇന്നലെയും ഒക്കെ നടന്ന ഒരു ചർച്ചയുള്ള ഒരു വാർത്തയെക്കുറിച്ച് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്തോ ആളാക്കിയതാണല്ലേ? മണ്ഡലം സെക്രട്ടറിയാ നാണം വേണം, നാണം. എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഈ കേരളത്തിനകത്ത് വലിയൊരു സംഭവം ഉണ്ടായത്, ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയതാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി. ഒന്ന് നിർത്തണോ തന്റെ ഈ ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി കൊലപാതകം നടത്തിയിട്ട് സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം UDF മാർച്ച് നടത്തുക. പിണറായി വിജയന്റെ പോലീസിനെതിരെ മാർച്ച് നടത്താൻ തീരുമാനിക്കുക. ആ മാർച്ച് നടത്താൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. എവിടെ നിന്ന് കിട്ടിയോടോ ഈ യൂത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കിയുടെ മണ്ഡലം സെക്രട്ടറിയെ, എന്നിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ തോന്നിവാസങ്ങളുടെയും അധിപനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാന്നറിയോ? VD സതീശൻ. നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഉളുപ്പില്ലാതെ പറയാ, ഉളുപ്പില്ലാതെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയുന്നത് VD സതീശൻ കിങ് ഓഫ് ഡേർട്ടി ബിസിനസ് എന്ന ആ വാക്ക് അന്വർത്ഥമാക്കുന്ന തരത്തിൽ പറയാ. ഈ പ്രതിക്ക് DYFIയുമായിട്ട് ബന്ധമുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇവിടെ കേട്ടവന്മാരെ കൊണ്ട് ഒരിക്കെ പുറത്തേയില്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ പല CPMന്റെ നേതാക്കന്മാരുടെ കുടുംബകാര്യങ്ങൾ തെരഞ്ഞു പോവുക. നിങ്ങളോടൊക്കെ ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റൂ. ഇത്രയും വൃത്തികെട്ട രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുക. നിങ്ങൾ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങല കിട്ടേണ്ടി വരും. നിങ്ങൾ ഈ പുതുപ്പള്ളിയിൽ അജണ്ട സെറ്റ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കുക. ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സ്ത്രീയെ 8000 രൂപക്ക് ജോലി പിരിച്ചുവിട്ടു എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസുകാരൻ കൊന്നിട്ട പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. എന്റെ വീടിനകത്ത് കുഴിച്ചിട്ടു. നിങ്ങൾക്കതൊരു വാർത്തയല്ല, അല്ലേ? നിങ്ങളത് എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? വ്യവസായമല്ലോ. ഞങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനില്ലേ? ഞാൻ പറയാം, നിങ്ങൾ പറയാൻ പറ്റൂ. ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. നിങ്ങൾ പറയുമ്പോ നിർത്താ, നിങ്ങൾ പറയുമ്പോ തുടങ്ങാ. നിങ്ങൾ വിളിച്ചോണ്ട് അങ്ങനെ തന്നെയാണല്ലോ. ഇതിന് മരുന്നില്ല. എന്താ ശ്രീ വസീഫ്, ഇത് എന്തിനാ നമ്മൾ തുടങ്ങുന്നത്? എന്റെ ചോദ്യം എന്താ താങ്കളോട്? ഞാൻ വിശദീകരിക്കാൻ വേണ്ടി താങ്കളുടെ ഞാൻ ഇടപെടട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഉത്തരവാ. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.